കറക്റ്റ് അവനാണ് യഥാർത്ഥ സേഫ് ഗെയിമർ ഇവിടുത്തെ. ശരി ആയിക്കോട്ടെ. ഇന്നലെ ഞാൻ ആ വിഷമിച്ചിരിക്കുമ്പോഴും പറഞ്ഞു ശാരി ചേച്ചി അങ്ങനെ തന്നെ വേണം. വീട്ടില്ല ഞാൻ പക്ഷെ അവൻ അവിടെ എനിക്കിട്ട് കുത്തി. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, സ്ത്രീകളോടുള്ള ആദരവ് മറക്കാതിരിക്കാൻ ഒരു ശിക്ഷ കിട്ടിയേ പറ്റൂ. അനീഷ് നല്ല കാര്യങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യും, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. ഞാൻ എന്റെ അന്തസ് കളിയാണ് കളിക്കുന്നത്. എനിക്ക് ആവശ്യമില്ലാത്ത ഹോട്ട്സിലെ പോലെ കിടന്ന് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. നിങ്ങൾക്കൊരു കളിയുണ്ട്, അതാണ് കളിക്കുന്നത്. അല്ല ആരും ചൊറിയാൻ പോകുന്നു ഞാൻ കണ്ടു. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. മിഡ് ഡിവിഷന് കാരണക്കാരായവരെ മിക്കവാറും ബിഗ് ബോസ് തോണ്ടി തൂക്കി പുറത്തിടും. എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിന് ഉള്ളത് എനിക്കറിയില്ല. പേരിന് ഞാൻ യോഗ്യതയുള്ളവളല്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇനി ഒരു കാര്യം ഞാൻ പറയുക, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. കുറെ നാളായാലോ നീ ഇത് പറഞ്ഞെന്നെ വേടിപ്പിക്കുന്നു. അത്രയ്ക്കും എന്റെ മനസ്സ് കീറി മുറിച്ചു. ഈശ്വര, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഇവിടെ ഇതിന്റെ പേരിൽ എന്നെ വിട്ടാലും ക്ഷമിക്കില്ല. ഇയാളത് എന്ത് ഭാവിച്ചാ? ആകെ കൊളാകുന്ന മട്ടുണ്ട്. മാക്സിമത്തിന്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണുസുതി ഇതിനകത്തോട്ട് വന്നത്, തികച്ചും യാദൃശ്ചികം. ഈ ബിഗ് ബോസിലോട്ട് വന്നത്. കുഴപ്പത്തിന്റെ അല്ല, എന്നാലും വേണ്ടടാ. അതിനൊരു കാരണക്കാര് നിങ്ങളെ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പൊ ഞാൻ പോയാലും പോയില്ലല്ലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കും. അതിന്റെ പേരിൽ എന്ത് വന്നാലും തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. കൂളായ നീ കൂളായ